ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ലിനക്സ് കമാൻഡ് ലൈൻ ബേസിക് കമാൻഡ് പാർട്ട് 2 ആണ്. സോ ഇതിലാദ്യമായി നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു സോഫ്റ്റ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോഫ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഫയലിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതാണ് സോഫ്റ്റ് ലിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് പകരമായി നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതിയാവും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമായി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്യാറ്റ് hello.txt ഒന്ന് കൊടുക്കുന്നു. പക്ഷെ അതിനുള്ളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് കണ്ടൻറ്റ് കൊടുക്കുന്നു. Ctrl+D സേവ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ക്യാറ്റ് hello.txt ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി നമ്മൾ ഈ ചെയ്യുന്നത്, നമുക്കിപ്പോൾ ക്യാറ്റ് hello.txt കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് hello.txt ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് സോഫ്റ്റ് ലിങ്ക്. അതിനുശേഷം നമ്മൾ ആ സോഫ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്താലും നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ കൊടുക്കേണ്ടത് ln, അതിനുശേഷം -s എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഫയലിലോട്ടാണോ നമ്മൾ സോഫ്റ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫയലിൻ്റെ പേര് hello.txt സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ സോഫ്റ്റ് ലിങ്കിൻ്റെ പേര്. സോ ഞാനിവിടെ ഷോർട്ട് കട്ട് എന്ന് കൊടുക്കുന്നു. അതിൽ ഏത് പേരും കൊടുക്കാം. ഞാനൊരു ഉദാഹരണത്തിന് ഷോർട്ട് കട്ട് എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡെസ്ക്ടോപ്പിലൊരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നതാണ് ഇതിൻ്റെ സോഫ്റ്റ് ലിങ്ക്. സോ ഇനി നമ്മൾ ക്യാറ്റ് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ്, അതായത് hello.txtയിലുള്ള ഹലോ വേൾഡ് എന്ന് പറയുന്ന കണ്ടൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഈ ഷോർട്ട് കട്ട് ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഹലോ വേൾഡ് എന്ന് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ഒരു ഫയലിലോട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതിനായിരുന്നു സോഫ്റ്റ് ലിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനിവിടെ hello.txtയിൽ എന്തെങ്കിലും ഒരു ലൈന് കൂടി ആഡ് ചെയ്യുന്നു. സെക്കൻഡ് ലൈൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മളിനി ഈ ക്യാറ്റ് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇപ്പോൾ കൊടുത്ത ആ ഒരു സെക്കൻഡ് ലൈനും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഉദാഹരണമായി ഞാനിവിടെ hello.txt റിമൂവ് ചെയ്യുന്നു. നമ്മുടെ ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഷോർട്ട് കട്ട് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. സോ ഞാനിവിടെ ക്യാറ്റ് ഷോർട്ട് കട്ട് എന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലൊരു എറർ, നോ സച്ച് എ ഫയൽ ഓർ ഡയറക്ടറി എന്ന് പറയുന്ന ഒരു എറർ നമുക്ക് വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് സോഫ്റ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. സോഫ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സോ നമുക്ക് ഒരു ഫയലിലോട്ടോ ഒരു ഫോൾഡറിലോട്ടോ ഷോർട്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോർട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ടാർഗറ്റിൽ എത്താൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹാർഡ് ലിങ്ക് ആണ്. ഹാർഡ് ലിങ്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ലിങ്ക് പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഈ ഫയൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഷോർട്ട് കട്ട്. സോ നമ്മൾ ആദ്യമായി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, hello.txt. സോ hello.txt നമ്മൾ അതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ് ശേഷം സേവ് ചെയ്യുന്നു. സോ നമ്മൾ hello.txt ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഹാർഡ് ലിങ്ക് ആണ്. ഹാർഡ് ലിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് കോപ്പിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് ലിങ്ക് പോലെ തന്നെ ആ ഒരു ഹാർഡ് ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറിജിനൽ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമ്മൾ ചെയ്യേണ്ടത് ln - കൊടുത്ത ശേഷം ഏതൊരു ഫയലിലോട്ടാണ് നമ്മൾ ഹാർഡ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫയലിൻ്റെ പേര് കൊടുക്കുക, hello.txt. അതിനുശേഷം ഹാർഡ് ലിങ്കിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു, ടെക്സ്റ്റ് ഫയൽ എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്ന മറ്റൊരു ഫയൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയി. ഇനി നമ്മളിവിടെ ആ ക്യാറ്റ് ടെക്സ്റ്റ് ഫയൽ എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഹലോ വേൾഡ് എന്ന് പറയുന്ന സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഉദാഹരണമായി ഞാനിവിടെ hello.txtയിൽ വന്നതിന് ശേഷം ഞാനിവിടെ മറ്റൊരു ലൈൻ കൂടി ആഡ് ചെയ്യുന്നു. ദിസ് ഈസ് സെക്കൻഡ് ലൈൻ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മൾ വീണ്ടും ഈ നമുക്ക് ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ഫയൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു സെക്കൻഡ് ലൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ നമ്മുടെ ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്യാം, hello.txt. സോ നമ്മുടെ ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ലിങ്ക് അവിടെ അപ്പോഴും ഉണ്ടായിരിക്കും. സോ ഹാർഡ് ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ ഫയൽ ഏത് രൂപത്തിലായിരുന്നു അതിൻ്റെ ഒരു എക്സാക്റ്റ് കോപ്പി നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും.
സോ ഹാർഡ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫയലാണ്. സോഫ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഷോർട്ട് കട്ട് പോലെയാണ്. സോ നമ്മൾ ഹാർഡ് ലിങ്കിൽ ഒറിജിനൽ ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹാർഡ് ലിങ്ക് ഫയലിൽ നമുക്ക് ആ കണ്ടന്റ് ലഭ്യമായിരിക്കും. എന്നാൽ സോഫ്റ്റ് ലിങ്കിൽ നമ്മൾ ഒറിജിനൽ ഫയൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ലിങ്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതാണ് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ടാർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ടാർ ഫയൽ ഉപയോഗിച്ച് നമുക്ക് ഒരു കൂട്ടം ഫയലുകൾ ഒരൊറ്റ ആർക്കൈവിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അങ്ങനെ ഒരു ടാർ ഫയൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്ത് അതിനുള്ളിൽ ഏതൊക്കെ ഫയൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് രണ്ടും എങ്ങനെ ഒരു ടാർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ടാർ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് 2 ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ കാറ്റൽ നമ്മളിവിടെ ടച്ച് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ടച്ച് hello.txt അതുപോലെ main.txt 2 ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് 2 ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ ഈ 2 ഫയലാണ് നമ്മളിവിടെ ആർക്കൈവ് ചെയ്യാൻ പോകുന്നത്, അഥവാ ടാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് ടാർ. സോ അതിനുശേഷം നമ്മൾ ടാർ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് czvf ഐഫൺ കൊടുത്ത ശേഷം നമ്മുടെ ടാർ ഫയലിൻ്റെ പേര് കൊടുക്കുക. നമുക്ക് files.tar.gz ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഫയൽസാണ് ഇതിനോട്ട് ആഡ് ചെയ്യേണ്ടത്, നമ്മുടെ file.tar എന്ന് പറയുന്നതിലോട്ട് ഏതൊക്കെ ഫയൽസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് hello.txt അതുപോലെ main.txtയുമാണ്. നമ്മളിവിടെ hello.txt അതുപോലെ main.txt ശേഷം കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്കിവിടെ file.tar.gz എന്ന് പറയുന്ന ഒരു ടാർ ഫയൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. സോ ഇതിനുള്ളിൽ നമ്മുടെ ഈ 2 ഫയലുകൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ അതിൻ്റെ ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലെല്ലാം അവിടെ കാണാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫയലുകൾ ഉപയോഗിച്ച് ഒരു ടാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ മറ്റ് 2 ഫയലുകൾ റിമൂവ് ചെയ്യാം. സോ hello.txt അതുപോലെ main.txt. സോ ഇത് റിമൂവ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഓവർ റൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ റിമൂവ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു ടാർ ഫയൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത് ടാർ xzvf എന്നാണ്. xzvf ഐഫൺ കൊടുത്ത ശേഷം നമ്മുടെ ടാർ ഫയലിൻ്റെ പേര് കൊടുക്കുക. file.tar.gz ശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലുള്ള ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. hello.txt main.txt അതെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഏതൊരു ഡയറക്ടറിയിലാണുള്ളത് ആ ഒരു ഡയറക്ടറിയിലോട്ട് അത് ഇതുപോലെ എക്സ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അതിനുള്ളിൽ ഉണ്ടായിരുന്ന അതേ ഫയലാണ് hello.txt main.txt എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്കൊരു ടാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അത് എക്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് വിം എഡിറ്റർ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ ഞാനിവിടെ വിം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോ നിങ്ങൾക്കിപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വരും, വിം നോട്ട് ഫൗണ്ട്. അതായത് നമ്മൾ വിം ഇപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു കമാൻഡ് sudo apt install vim എന്ന് കൊടുത്താൽ മതി. സോ sudo എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂപ്പർ യൂസർ പെർമിഷൻ ആണ്. അതായത് നമ്മുടെ വിൻഡോസിലൊക്കെ അഡ്മിൻ പെർമിഷൻ ഉള്ള പോലെ തന്നെ ലിനക്സിലുള്ളതാണ് സൂപ്പർ യൂസർ പെർമിഷൻ. സോ sudo അതിനുശേഷം apt install എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാക്കേജ് നെയിം വിം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ചോദിക്കും, ഉബുന്തു നമ്മുടെ യൂസർ പാസ്വേഡ് ചോദിക്കും. സോ അത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ വിം ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇതുപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. നമ്മളിപ്പോൾ ഈ ഷോ ആപ്ലിക്കേഷനിൽ ഇവിടെ വിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ആപ്ലിക്കേഷനിൽ വരിക. അതിന് ഇവിടെ വന്നതിന് ശേഷം വിം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിം ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടെർമിനൽ അത് ഓപ്പണായി വരുന്നതായിരിക്കും. വിം അഥവാ VI ഇംപ്രൂവ്ഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണത്. സോ VI എന്ന് പറയുന്ന ഓൾറെഡി ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമ്മുടെ ലിനക്സ് നമ്മുടെ ഉബുന്തുവിൽ ഉണ്ടായിരിക്കും, ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരിക്കും. സോ ഇത് അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് വിം എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. :Q എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് എസ്കേപ്പ് പ്രസ് ചെയ്യുക. അതിനുശേഷം :Q കൊടുക്കുക, :Q ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്കിനി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോ ഞാനിവിടെ വിം new.txt എന്ന് കൊടുക്കുന്നു. new.txt എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരും. സോ ഇതിനുള്ളിൽ നമുക്ക് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ പുതിയ ഫയലിനുള്ളിൽ നമ്മൾ എന്താണ് കണ്ടൻറ്റ് കൊടുക്കേണ്ടത്? സോ നമ്മൾ ആദ്യം I പ്രസ് ചെയ്യുക. നമുക്ക് ഇൻസേർട്ട് മോഡിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതിനുള്ളിൽ നമുക്കിവിടെ കണ്ടൻറ്റ് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ദിസ് ഈസ് മൈ
ന്യൂ വിം ടെക്സ്റ്റ് ഫയൽ. ഐ ആം ലേണിംഗ് ലിനക്സ് കമാൻഡ് ലൈൻ. ഇതുപോലെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എസ്കേപ്പ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കമാൻഡ് മോഡിൽ വരും. സോ കമാൻഡ് മോഡിൽ വന്നതിന് ശേഷം നമുക്ക് കോളൻ കൊടുക്കുക. താഴെ കാണാൻ സാധിക്കും കോളൻ കൊടുക്കുക. അതിനുശേഷം W കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് ക്വിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി എസ്കേപ്പ് കൊടുക്കുക, കോളൻ കൊടുക്കുക, Q കൊടുക്കുക, എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ക്വിറ്റ് ആയി കഴിഞ്ഞു. സോ നമ്മുടെ ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹോം ഉബുന്തു എന്ന് പറയുന്ന ഹോം ഡയറക്ടറിയിലാണ്. സോ നമുക്കിവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ new.txt എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാനിവിടെ cat new.txt, നമുക്ക് നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ദിസ് ഈസ് മൈ ന്യൂ ടെക്സ്റ്റ് ഫയൽ, ഐ ആം ലേണിംഗ് ലിനക്സ് കമാൻഡ് ലൈൻ. സോ നമ്മുടെ ഉബുന്തു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ new.txt എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഇനി അത് വിം ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ vim new.txt എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്ററിൽ നമുക്ക് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഐ പ്രസ് ചെയ്യുന്നു, ശേഷം ഞാൻ ബാക്ക് സ്പേസ് കൊടുക്കുന്നു. ബാക്ക് സ്പേസ് കൊടുത്തതെല്ലാം അത് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഡിലീറ്റ് ചെയ്ത ശേഷം ഞാൻ വീണ്ടും എസ്കേപ്പ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം കോളൻ WQ എന്ന് കൊടുക്കുന്നു. സോ ഇതോടെ നമ്മൾ സേവ് ചെയ്യുകയും അതുപോലെ അതോടൊപ്പം എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഫയൽ LS new.txt അവിടെ കാണാൻ സാധിക്കും. സോ ഞാനിവിടെ cat new.txt. സോ നമുക്ക് ദിസ് ഈസ് മൈ ന്യൂ വിം ടെക്സ്റ്റ് ഫയൽ. നമ്മുടെ രണ്ടാമതായി നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ലൈൻ ഡിലീറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഡിലീറ്റ് ചെയ്ത നമ്മൾ ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത ആ ഒരു പുതിയ കണ്ടൻ്റ് ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. സോ ഇത്തരത്തിൽ നമുക്ക് വിം ഉപയോഗിച്ച് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതുപോലെ വിം എഡിറ്റർ ഉപയോഗിച്ച് ഒരു പൈത്തോൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പൈത്തോൺ ഉബുന്തുവിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഞാനിവിടെ വിം മെയിൻ, നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഡെസ്ക്ടോപ്പ്. സോ ഞാനിവിടെ vim main.py എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നു. ഞാൻ ഐ പ്രസ് ചെയ്യുന്നു. അത് ഞാൻ പ്രിൻറ്റ് ഹലോ വേൾഡ് ഫ്രം പൈത്തോൺ. സോ എൻ്റർ ചെയ്യുന്നു, എസ്കേപ്പ് പ്രസ് ചെയ്യുന്നു, WQ, ശേഷം എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് ക്വിറ്റ് ചെയ്യുന്നു. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LS കൊടുത്ത് നോക്കാം. സോ നമുക്ക് main.py എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ main.py എന്ന് പറയുന്ന ഫയൽ നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത main.py എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ അത് റൺ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പൈത്തോൺ 3 സ്പേസ് കൊടുത്ത ശേഷം main.py എന്ന് കൊടുക്കാം. main.py. സോ നമുക്കിവിടെ ഹലോ വേൾഡ് ഫ്രം പൈത്തോൺ, നമ്മളതിൽ ക്രിയേറ്റ് ചെയ്ത ആ പൈത്തോൺ സ്ക്രിപ്റ്റ് റണ്ണായി. അതിൻ്റെ റിസൾട്ട് നമുക്കിവിടെ ഹലോ വേൾഡ് ഫ്രം പൈത്തോൺ. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ വിം എഡിറ്റർ വളരെ ഈസിയായി ഉപയോഗിക്കാൻ നമ്മുടെ കമാൻഡ് ലൈനിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പുതിയ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യുന്നതിനുമെല്ലാം നമുക്ക് ഈ വിം എഡിറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ sudo apt install vim എന്ന് കൊടുത്തു. sudo നമ്മുടെ സൂപ്പർ യൂസർ പെർമിഷൻ, apt കമാൻഡ് ഇൻസ്റ്റാൾ, അതിനുശേഷം വിം എന്ന് പറയുന്ന പാക്കേജിനെ. ഇനി നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് sudo apt റിമൂവ് വിം എന്ന് കൊടുത്താൽ മതി. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇതുപോലെ ചോദിക്കും. സോ നമുക്ക് ഇവിടെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിവിടെ നോ എന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് അത് റിമൂവ് ആവുന്നില്ല. സോ നമ്മുടെ പ്രോസസ്സ് അവിടെ അബോർട്ട് ചെയ്യുന്നു. സോ ഞാൻ വീണ്ടും വിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിം കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വിം എഡിറ്റർ ഉപയോഗിക്കാം.